തുളസിക്കതിർ നുള്ളിയെടുത്തു. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ മതത്തിനെയും റെസ്പെക്ട് ചെയ്യും. പിന്നെ സംഗീതത്തിന് ഒരു ആർട്ടിസ്റ്റിനും അങ്ങനെ ഒരു തോട്ട് വരാൻ പാടില്ലല്ലോ. 30 വർഷങ്ങൾക്ക് മുന്നേ ഈ പാട്ട് എഴുതിയത്, ആ പാട്ട് എഴുതിയിട്ട് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ഇത്ര ആധികാരികമായിട്ട് കയറി പറയുന്നില്ല, ഇത് തെളിയിക്കാൻ എന്തോ രേഖയുണ്ട്. ഞാൻ പറയാൻ എൻ്റെ ആ ബുക്ക് ഇരിപ്പുണ്ട്. ഈ അടുത്തുള്ള ഒരു സ്ത്രീ രാധാമണി എന്ന് പറയും, ആ കുട്ടി പാടാൻ വന്നപ്പോൾ ഞാൻ ഇത് എഴുതി കൊടുത്തു. അവരുടെ ഇത് പുറത്ത് പോയി പാടി അങ്ങ് പോയി. പിച്ചിപ്പൂ എന്നുള്ള അത് മാറ്റിയിട്ട് തുളസിക്കത്, അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വന്ന മാറ്റം. ഈ പാട്ട് വൈറലാകുന്നവരെ ഞാനും അതിനുമായിട്ടൊരു ബന്ധമില്ല. അമ്മ മരിച്ചു കഴിഞ്ഞപ്പം എന്താണെന്ന് എനിക്കറിയാൻ വയ്യാത്ത ഒരു രീതിയായിപ്പോയി. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്കുണ്ടാകും മാനസികമായിട്ടുള്ള ഒരു ടെൻഷനായി ഈ പാട്ടുകളെല്ലാം. അതാ വിങ്ങിപ്പൊട്ടും കരളുമായിട്ട് ഞാൻ അമ്മയെ പറ്റി ഓർക്കുന്ന വേളയിൽ ഉണ്ട് എനിക്ക് സുഹൃത്തുക്കൾ 2 പേർ കങ്കളിൽ നിന്ന് വീഴുന്ന മുത്തുകൾ. 30 വർഷം മുമ്പ് ഒരു പാട്ട് എഴുതുകയും പിന്നീട് 2020 ആ പാട്ടിന്റെ ഒറിജിനൽ ആളെ അദ്ദേഹം വളരെ യാദൃശ്ചികമായി ആ പാട്ടിലേക്ക് ഇത് തന്റെ പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയാ രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു. അതിന് കാരണമായത് ഹന ഫാത്തിമ എന്ന ഈ പെൺകുട്ടിയാണ്. ആ പാട്ടോട് കൂടി നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് പാട്ടെന്നും എന്താണ് സംഭവം എന്നും. ആ പാട്ടൊന്ന് പാടാമോ? തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. സൂപ്പർ ആയിട്ടുണ്ട്. ശരിക്കും ഹന 2020 അതിന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ പാട്ട് പാടുന്നത് അല്ലെ? അപ്പോഴാണ് ഹനയുടെ ഒരു വാർത്ത കണ്ടിട്ട് എഴുതിയ, ഈ അച്ഛന്റെ പേര് സഹദേവൻ എന്നാണ് അല്ലെ? സഹദേവച്ചനാണ് 30 വർഷങ്ങൾക്ക് മുന്നേ ഈ പാട്ട് എഴുതിയത്. ആ പാട്ട് എഴുതിയിട്ട് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അല്ലെ? അച്ഛന് ആ പാട്ട് എഴുതുന്നത് ഇപ്പൊ നമ്മൾ അച്ഛന്റെ പുറകിൽ കാണുന്ന ഈ അമ്പലത്തിന്റെ പാട്ട് പാടാൻ വേണ്ടിട്ട് അല്ലെ? പാട്ടല്ല, ഭക്തിഗാനം. അതെങ്ങനെയായിരുന്നു സംഭവം? പിന്നെ എൻ്റെ അച്ഛനെ ഇതെല്ലാം ഉണ്ടാക്കിയത് അദ്ദേഹം മരിച്ച ഒരു ദിവസം, എല്ലാ മാസത്തിലും രോഹിണി നാളിൽ അദ്ദേഹം മരിച്ചത്. അപ്പൊ ആ ദിവസം ഒരു 12 വർഷക്കാലം ഞാൻ അച്ഛൻ്റെ സ്മരണയ്ക്ക് വേണ്ടി വായന നടത്തി. അപ്പൊ മാറി മാറി എല്ലാ സ്ത്രീകളായിരുന്നു പരിപാടിക്ക് വരുന്നത്. അപ്പൊ ഈ അടുത്തുള്ള ഒരു സ്ത്രീ രാധാമണി എന്ന് പറയും, ആ കുട്ടി പാടാൻ വന്നപ്പോൾ ഞാൻ ഇത് എഴുതി കൊടുത്തു. അവരുടെ ഇത് പുറത്തു പോയി. അങ്ങനെ ആരും വ്യക്തിപരമായിട്ട് ദോഷം ചെയ്തതോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല. പാടി അങ്ങ് പോയി. പാടി അതിന്റെ ആനുകൂല്യങ്ങളും ക്രെഡിറ്റ്സും ഒക്കെ ഇപ്പൊ നമ്മളിപ്പോ ഈ ക്രെഡിറ്റ്സിന്റെ ഒക്കെ കാര്യം പറയുമ്പോ അതുപോലും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഹന പാടിയതിനു ശേഷം കിട്ടിയിട്ടുണ്ടല്ലേ? ആളാന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആളിനെ തിരിച്ചറിഞ്ഞു. ഇപ്പം വരുന്ന എല്ലാം എന്റെ പേരിലാണ് വരുന്നത്. ഞാൻ എന്റെ പാട്ടാണെന്ന് പറഞ്ഞു. ഒരിക്കൽ ഹന ശ്രദ്ധിച്ചിരുന്നു, ഒരിക്കല് ഒരു പെൺകുട്ടി ഒരു ഭജനം നടക്കുന്ന സ്ഥലത്ത് ഈ പാട്ട് പാടിയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വൈറലായത്. ശ്രദ്ധിച്ചിരുന്നില്ല? കണ്ടില്ല? അല്ല, ഇത് ദുബൈയിൽ വെച്ചൊരു ആ ഭയങ്കരമായിട്ടും വൈറലായിരുന്നു. ഹന എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തിയത്? ഞാന് എൻ്റെ ഒരു ഡേ കെയറിലെ ഒരു സാർ ഉണ്ടായിരുന്നു. ഇപ്പം ചാച്ചാജി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സ്കൂളിലെ ഡയറക്ടറാണ്. സാറിന് ഇങ്ങനെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എന്നെ കുഞ്ഞുനാൾ തൊട്ടേ അറിയാം. അപ്പം സാറിൻ്റെ പേര് സഞ്ജൻ സാർ. സാറ് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞാണ് ഇങ്ങനെ പാടി. ഞങ്ങളെല്ലാവരും സ്റ്റുഡിയോയിൽ പോയി. അന്ന് നല്ല കൊറോണയൊക്കെ കൂടി ഇന്നൊരു സമയമാണ്. അങ്ങനെ സാറായിട്ട് പോയി പാടിയതാ. അന്ന് ഏറ്റവും കൂടുതൽ വൈറലാവാനുള്ള ഒരു കാരണം ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ഭക്തിഗാനം പാടിയത്. ഭക്തിഗാനമാണ് ശരിക്കും. ഞാൻ പാട്ട് എന്ന് പറഞ്ഞെങ്കിലും അത് ഭക്തിഗാനമാണ്. കാരണം അത്രയും ഇമോഷണലി അലിഞ്ഞു ചേർന്ന്. ഇപ്പം ഹനയുടെ പുറകിൽ കാണുന്ന ഇതാണ് കായാമ്പൂ അല്ലേ അച്ഛാ? ആ പാട്ടിൽ പറയുന്ന കായാമ്പൂ അല്ലേ? ഈ കായാമ്പൂ വെച്ചിട്ടാണ് അച്ഛൻ ആ പാട്ട് എഴുതിയേക്കുന്നത്. ആ പാട്ട് എഴുതി അച്ഛൻ അന്ന് ഹനയെ എങ്ങനെയാണ് സമീപിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഇത് ശരിക്കും ഞാനില്ല. ഈ പാട്ട് വൈറലാകുന്നവര് ഞാനും അതിനുമായിട്ടൊരു ബന്ധമില്ല. അതാ ചോദിച്ചത്, വൈറലായതിനു ശേഷം അച്ഛൻ എങ്ങനെ അറിഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ശരിക്കും നമ്മുടെ പേജിൽ ഇടാൻ വേണ്ടി വെച്ചിരുന്നൊരു സംഭവം. അങ്ങനെ സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ഇത് ഫേസ്ബുക്കിൽ ഇട്ട ഹാരിസ് സ്റ്റുഡിയോയിലെ ഹാരിസിക്ക ഞങ്ങളുടെ ബന്ധുവാണ്. സാറിന്റെയും അടുത്ത ആളാണ്. അപ്പം അങ്കിളിങ്ങനെ ഹാരിസിക്ക വെറുതെ എടുത്ത് ഇട്ട് നമ്മുടെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇട്ട്. പക്ഷെ അത് നമ്മളുടെ പേജിൽ കയറുന്നതിനെക്കാട്ടിലും സാധ്യതയായിരുന്നു ആ ചാനലില്. ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പെട്ടെന്ന് ഷെയർ ആയി. അങ്ങനെ ഇത് വൈറലായിരുന്നു. പിറ്റേ ദിവസം MLA വന്നു വീട്ടില്. അങ്ങനെ
ഓ അപ്പൊ അച്ഛൻ എങ്ങനെയായിരുന്നു ഈ പത്രവാർത്ത കണ്ടോ? പത്രവാർത്ത കണ്ടു. എന്തായിരുന്നു പത്രവാർത്ത അത്? കുട്ടിയുടെ പേര് വെച്ചിട്ടേ ആ. അത് പാട്ട് വൈറലായി. ആ. എന്നിട്ട് സ്ഥലം MLA ആറാമതിന് ആദരിക്കാൻ വന്നു. ആ. അപ്പോൾ ഈ MLA എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കുറെ താല്പര്യമുള്ള ആളാണ് MLA. ആ. അന്നേരം എനിക്ക് ഒന്ന് വിശദമായിട്ട് വായിച്ചു കളയാവുന്നു. ആ. മാത്രമല്ല ഞാനൊരു 50 വർഷത്തിന് മേലായി കേരളമുതി പത്രം വായിക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ കേരളമുതിയിലായത് വന്നത്. ആ. അപ്പം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ആ പിച്ചിപ്പൂ എന്നുള്ള അത് മാറ്റിയിട്ട് തുളസിക്കതിർ, ആ. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വന്ന ആ. മാറ്റം. ആ. ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരനാ ഈ ഹാരിസ് സ്റ്റുഡിയോ. ആ. ഞാൻ പെട്ടെന്ന് അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ബോധ്യപ്പെടത്തില്ല. ആ. കാരണം നോക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ നാട്ടിൻ പുറത്ത് ചുറ്റിയെടുക്കും, മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് ആ. എൻ്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവത്തില്ല, അന്നൊരു വിശ്വസിക്കുന്നില്ല ആരും. വിശ്വസിക്കുന്നില്ല. ആ. അപ്പം ഞങ്ങൾ തമ്മിൽ കുറേ തർക്കമായി. ആ. ഞാനും വിട്ടുകൊടുത്തില്ല. ആ. ഞാൻ എന്തും പേട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു. ഒറ്റ മിനിറ്റ്. അച്ഛന്റെ പാട്ടില് പിച്ചിപ്പൂ നുള്ളി എടുത്തുന്നാണ്, പക്ഷെ പാട്ടില് മാത്രം മാറ്റിയപ്പോ തുളസിക്കതിർന്നാക്കി. അത്രയല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ, വ്യത്യാസം. അത്രേ ഉള്ളൂ. അതാണ് അച്ഛനൊരു സംശയം തോന്നിയിട്ട് ചെന്നത്. ചെന്നത്. ആ. അപ്പം കുറെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഹാരിസ് സ്റ്റുഡിയോ വേറെ ആളും കൂട്ടി ഇവിടെ വന്നു. ആ. എൻ്റെ അടുത്തിൽ ആദ്യം പോലെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചു തുടങ്ങി വീണ്ടും. വീണ്ടും. പിന്നെ ഞാൻ സമാധാനം പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അത് ഇരിക്കട്ടെ, നിങ്ങൾ ഇത്ര ആധികാരികമായിട്ട് കയറി പറയുന്നല്ലോ, ഇത് തെളിയിക്കാൻ എന്തോ രേഖയുണ്ട്. ആ. ഞാൻ പറയാം എൻ്റെ ആ ബുക്ക് ഇരിപ്പുണ്ട്, ആ. എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. ആ. ഞാൻ ബുക്ക് എടുത്തോണ്ട് വന്ന് കാണിച്ചപ്പോൾ ആ പാട് തക്കാവി തന്നായി. ആ. ഉടനെ പിന്നെ അവർ ഞാനായിട്ട് എൻ്റെ വകയെന്നുള്ള രൂപത്തിൽ പ്രവർത്തിച്ചു. പിന്നെ ഓ അവരൊന്നതിന് കേരളമുതി ചെന്ന് കണ്ട് അവർ രണ്ടാമത് അതിനകത്ത് വാർത്ത കൊടുക്കാൻ. ആ. പക്ഷെ അത് വിജയിച്ചില്ല. ആ. ഉടനെ വേറെ ചെന്ന് പിന്നെ ദേശാഭിമാനിക്കാരെ കണ്ടു. ആ. അവർ നല്ലപോലെ വാർത്ത കൊടുത്തു. ആ. ദേശാഭിമാന്റെ വാർത്തയാണ് നമ്മളെ ഇത്രയാക്കി തീർത്തത്. ആക്കി തീർത്തത്. അതായത് അച്ഛൻ അതായത് അവരെ പറഞ്ഞിട്ട് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഒരാള് വെറുതെ നിൽക്കുന്ന ഒരാള് ഈ പാട്ട് ഞാൻ എഴുതിയതെന്ന് പറഞ്ഞ് വരുമ്പോഴേ വിശ്വസിക്കാൻ പാടല്ലേ. അപ്പൊ അച്ഛൻ എഴുതി കാണിച്ചത് എങ്ങനെയായിരുന്നു? പേപ്പറിൽ എഴുതിയായിരുന്നോ ഡയറിയിൽ എഴുതിയോ? ഡയറി ഉണ്ടായിരുന്നു, ഡയറി കൊടുത്തു. ഓഹോ, ആ ഡയറി കൊടുത്തിട്ടാണ്. അച്ഛൻ ഓർക്കുന്നുണ്ടോ വരികൾ ഏതൊക്കെയാണെന്ന്? പിച്ചിപ്പൂ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചേർത്താൻ ഞാൻ. ഇതിങ്ങനെ ട്യൂണൊന്നും കൊടുത്തില്ല, ജസ്റ്റ് ഇങ്ങനെ പറയുന്ന. ഞാൻ പാടുന്ന വ്യത്യാസമായിട്ട് പാടും, പക്ഷെ എന്റെ ശബ്ദം മോശമായതുകൊണ്ട് ഞാൻ ഈ നാടൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിന്റെ ട്യൂണായി. അതെങ്ങനെയായിരിക്കും? പിച്ചിപ്പൂ പിച്ചിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചേർത്താൻ ഞാൻ. അപ്പൊ ഈ പാട്ട് അല്ലാണ്ട് അതിനു മുന്നേ ഹന പാടുന്നതിന് മുമ്പ് അച്ഛൻ കേട്ടിരുന്നോ പലയിടത്തുനിന്നോ? ഇല്ല ഇല്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ. അതും അറിയത്തില്ല, ആരും പാടിയതും അറിയത്തില്ല. ഇല്ല, സ്വന്തം നാട്ടുകാർ പാടി. ഒത്തിരി സെലിബ്രിറ്റീസ് പാടിയ പാട്ടന്നെ. സച്ചിദാനന്ദൻ സാർ ഒക്കെ പാടിയതാണ്. തൃക്കൊടുത്താന സച്ചിദാനന്ദൻ. ഓക്കെ, തൃക്കൊടുത്താന അദ്ദേഹം മരിച്ചുപോയി. അവരൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ പാടിയത്. ഇത് ഈ പാട്ട് ഇങ്ങനെ എല്ലായിടത്തും ഒരു ഭക്തിഗാനമായിട്ട് ഒഴുകി നടക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അറിയില്ല ആരാണ് എഴുതിയത്, ഏത് കാലഘട്ടത്തിൽ എഴുതിയെന്നോ ആരാണെന്നൊന്നും അറിയില്ല. ഹനയിലേക്ക് എത്തുന്നത് അങ്ങനെ തന്നെയാണല്ലേ? ജസ്റ്റ് എഴുതിയത് ആരാന്ന് അറിയത്തില്ല, നമ്മളാ പാട്ട് പാടി സാറിന്റെ ആഗ്രഹം ഒത്തിരി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാറാ. ഹന പാട്ട് പഠിച്ചിട്ടുണ്ടോ? അതോ പാട്ട് പഠിക്കുന്നുണ്ട്? അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് ഈ പാട്ട് പാടി ഇപ്പം ഭയങ്കര വൈറലായത് അല്ലെ? ഇങ്ങനെ മുസ്ലിം അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം 2 രീതിയിൽ ചോദിക്കാൻ പറ്റും. അതായത് ഒന്നാമത്തെ കാര്യം, മറ്റ് നമ്മൾ പാട്ടുകാർക്ക് അങ്ങനെയൊന്നുമില്ല, മതമോ ഇതൊന്നുമില്ല. അപ്പൊ പാടാൻ നേരത്ത് എങ്ങനെയുണ്ടായിരുന്നു? ഒരു നോർമൽ പാട്ട് അത്രേ ഉള്ളൂ. എനിക്ക് ഞാനെന്ന് പറയുമ്പോ ഞാൻ എല്ലാ മതത്തിനെയും റെസ്പെക്ട് ചെയ്യും. പിന്നെ സംഗീതത്തിന് ഒരു ആർട്ടിസ്റ്റിനും അങ്ങനെ ഒരു തോട്ട് വരാൻ പാടില്ലല്ലോ. പാടില്ല. അപ്പം നമ്മളും ആ ഒരു വേയിൽ കൂടെ തന്നെ പോകുന്നത്. പാടിയത്. അച്ഛന് പിന്നീട് മക്കള് ഇതൊക്കെ ഇപ്പം സ്ഥാപിച്ചു, ഇതിന് നമ്മളൊരു കോപ്പിറൈറ്റ് അങ്ങനെ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇത് എന്റെ പാട്ടാണെന്ന് സ്ഥാപിക്കുക, എടുക്കുക, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നീട് വന്ന കാസറ്റുകളിൽ ആരെങ്കിലും? ഈ ബുക്ക് അടിച്ചതിന് ശേഷം ഇതിൻ്റെതായിട്ടൊന്ന് സ്ഥിരമായി ഉറപ്പ് കിട്ടിയത്. ഇപ്പം 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. അതായത് 2021 പിന്നെ സ്വന്തമാണെന്ന് അറിയുന്നത് അല്ലേ? അപ്പൊ മക്കളൊക്കെ എന്ത് പറഞ്ഞു? ഇത് ഇപ്പം
മക്കള് അവർക്കറിയാം ഞാൻ പാട്ട് എഴുതുന്ന കാര്യം മറ്റൊക്കെ അറിയാം. ഓ. അതുകൊണ്ട് അവർക്കിത് എൻ്റെ പാട്ടാന്ന് പറയുന്നിടത്ത് വലിയ അതിശോക്തിയൊന്നും ഇല്ലായിരുന്നു. ആഹാ. ഞാൻ വേറെ പാട്ടുമുണ്ട്. അല്ല ഇപ്പം അച്ഛൻ തന്നെ പറഞ്ഞു മറ്റേ തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീക്കാ കൊടുത്തിരുന്നത്. പിന്നീട് ഈ പാട്ട് വൈറലായപ്പോ അവരെ പിന്നീട് കണ്ടിരുന്നു എപ്പോഴും? അവരെ ഞാനിവിടെ വിളിച്ചു വരുത്തിയും ഇവിടെ ഇതുപോലെ ചാനലുകാർ ധാരാളം വന്നിരുന്നു. അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴേ അപ്പൊ ആ ചാനലുകാരെ മൊത്തം ആളുകളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഓ അപ്പൊ അവരതിനകത്ത് പറഞ്ഞിരുന്നു. അതെ, ഞാൻ അവര് പാടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും അതിങ്ങനെ വൈറലായിട്ട് വീണ്ടും വീണ്ടും കയറി വരുന്നു. അപ്പോഴാണ് നമ്മളിങ്ങനെ എന്താ പറയാ, അതായത് ശരിക്കും ഹനയുടെ ഒറ്റ പാട്ടിലൂടെയാണ് അതിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ പറ്റിയത്, ആ ഭക്തിഗാനത്തിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ പറ്റിയത്. ഇതാണല്ലോ അച്ഛന്റെ പുതിയ ബുക്ക്. ഇതിലൊരു പുതിയ പാട്ട് പാടിയിട്ടുണ്ടോ ഹന? ഞാൻ ശിവന്റെ ഒരു പാട്ടും പാടിയിട്ടുണ്ട്. ഏതാണത്? ശിവഭഗവാൻ എഴുന്നള്ളി നടനമാണ്. ഒന്ന് പാടാൻ പറ്റുമോ? ശിവഭഗവാൻ എഴുന്നള്ളി നടനമാടും നേരം മമ ദുരിതം തീർത്തിടുവാൻ കരളിനത്തൊരുന്നേ. ശിവഭഗവാൻ എഴുന്നള്ളി നടനമാടും നേരം മമ ദുരിതം തീർത്തിടുവാൻ കരളിനത്തൊരുന്നേ. എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഞാനിപ്പോ അതിനകത്താ നോക്കിയത്. നല്ല രസമുണ്ട്. ഇത് ആരിറക്കിയതാ? ഇത് സർക്കം സ്റ്റുഡിയോസ് അല്ലേ? ഭക്തിഗാനമായിട്ട് തന്നെ ഇറക്കിയിരുന്നു അല്ലേ? നല്ല രസമുണ്ട് കേൾക്കാൻ. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ കേട്ടു നോക്കുമ്പോ ഭയങ്കര രസമാണ്. അച്ഛന് ഇപ്പോഴും എഴുതാറുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പാട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഓ കൊള്ളാലോ. ആർക്കടിയത് അല്ലേ? ചേട്ടന്റെ അവന് പാടിയിരിക്കുന്നത്. മരാരിയാണ് എൻ്റെ ദേവൻ, വിശ്വപാലകൻ ശ്രീ മഹാദേവൻ, എന്നും ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുവാൻ എന്നെ തുണയ്ക്കണേ ദേവ. അച്ഛനിപ്പോ എത്ര വയസ്സുണ്ട്? എനിക്ക് 86. 86 വയസ്സുണ്ട്. അച്ഛൻ ചെറുതിലെ പോലെ എഴുതുന്നത് അതോ എപ്പോഴാണ് ഈ ഒരു എഴുത്തിലേക്കും? അപ്പൊ അത് എൻ്റെ സത്യാവസ്ഥ പറഞ്ഞല്ലേ, ഞാൻ 2 പേര് പറയാം. അമ്മിൻ്റെ യൂട്യൂബ് പിഞ്ചനാവിൻ്റെ ഉണർവേകി അൻപഴും വാത്സല്യത്താൽ പിച്ച കെട്ടിച്ച ഒരമ്മേ, അന്തിയിൽ പോലും നിന്റെ വേർപാട് നിമിത്തം ഞാൻ അന്ധത കണ്ടിടുന്നു പാനപാത്രത്തിൽ പോലും. എൻ്റെ അമ്മയായിരുന്നു എനിക്ക് സർവ്വസ്. അപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പം എന്താണെന്ന് എനിക്കറിയാൻ വയ്യാത്ത ഒരു രീതിയായിപ്പോയി. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് എനിക്കുണ്ടാകും മാനസികമായിട്ടുള്ള ഒരു ടെൻഷനായി ഈ പാട്ടുകളെല്ലാം. അമ്മയെ പറ്റിയുള്ള അമ്മയെ ഓർക്കുന്ന സമയങ്ങളിലാണ് എഴുത്തുകൾ കൂടുതൽ. ഈ പള്ളിക്കൂടത്തിൽ പോകല്ലേ, അമ്പലങ്ങളിൽ പോകാനും വഴിപാട് നടത്താനും മറ്റേതും മറിച്ചതും എല്ലാം അമ്മ എന്നെ പ്രേരിപ്പിക്കുന്നു. അന്ധവിശ്വാസത്തിന് ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലായി നടക്കുന്നത്. അന്ന് ഇങ്ങോട്ട് വന്ന് അമ്പലത്തിലോട്ട് എത്താൻ ഉണ്ടെങ്കിൽ രോഗം മാറിപ്പോകുന്നൊക്കെയാ ആളുകൾ. അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വരാൻ പറയും. നമ്മൾ അമ്പലത്തിൽ പോകും. അമ്മ പറയുന്നില്ല, ഞാൻ അവിടെ ചെന്നുകൊണ്ട് പറയും. അങ്ങനെ ഭക്തനായത്. അങ്ങനെ ഭക്തനായി പിന്നീട് ഇങ്ങനെ ഭക്തനായി. പിന്നെ ഞാൻ ഏറ്റവും വലിയ വിപ്ലവകാരിയായി. വിപ്ലവഗാനങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. ഞാനത് വായിച്ചിരുന്നു. അതായത് നമ്മുടെ ഇവിടെ 46 മറ്റേ പുന്നപ്ര വയലാർ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നു അല്ലേ? അടിയന്തരാവസ്ഥ കാലത്തല്ല, 46 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. എനിക്ക് 10-11 വയസ്സുണ്ട്. അപ്പോഴൊക്കെ ഇതിന് പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്. അതിലൊക്കെ നമുക്കത് ഓർമ്മ വയ്ക്കുന്നില്ലല്ലോ. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്തൊക്കെയോ? അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ 58 കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ SF യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പം സമരത്തിന് AK ആന്റണിയും മറ്റവരെല്ലാം ശക്തമായിട്ട് എതിർത്തുണ്ട്. സമരം നയിച്ച കൂട്ടത്തിലാണ്. ഇപ്പൊ പുതുതായിട്ട് വേറെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടോ അതോ പാട്ട് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ? പാട്ട് മാത്രമേ ഉള്ളൂ. പാട്ട് മാത്രമേ. ഇതിന് ബാക്കി ഒത്തിരി പാട്ടുകൾ ചേർത്തൊരു പുസ്തകം കൂടെ ഇറക്കണമെന്ന് താല്പര്യമുണ്ട്. ഓക്കെ, ഇനിയും ബുക്ക് ഇറക്കണം. അപ്പൊ അത്രത്തോളം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു 40 പാട്ട് വരെ വേറെ ഉണ്ട്. ഇതിനകത്ത് എത്ര പാട്ടുണ്ട്? 30 വരെ ഉണ്ട്. ഇതിൽ 30 എണ്ണം ഉണ്ട്. ഇനി ഇറക്കാൻ 40 എണ്ണം ഉണ്ട്. എല്ലാം ഭക്തിഗാനങ്ങളാണ്. ഭക്തിഗാനം അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. വിപ്ലവഗാനം ഒന്നും പറയാൻ ഒക്കത്തില്ല. മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച്. അതായത് ഒരു സാഹചര്യം കാണുമ്പോ എഴുതിയേ പറ്റുള്ളൂന്ന് തോന്നുന്നത്. അതാ വിങ്ങിപ്പൊട്ടും കരളുമായിട്ട് ഞാൻ അമ്മയെ പറ്റി ഓർക്കുന്ന വേളയിൽ ഉണ്ട് എനിക്ക് സുഹൃത്തുക്കൾ 2 പേർ, കണ്ണുകളിൽ നിന്ന് വീഴുന്ന മുത്തുകൾ. കണ്ണീര്. അയ്യോ. ഇപ്പൊ അച്ഛന്റെ വീട്ടില് ആരൊക്കെയുണ്ട്? എന്നെ ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. അവര് 6 കൊല്ലമായിട്ട് സ്ട്രോങ് ഉണ്ടായി. പൂർണ്ണമായി എന്നെ സംരക്ഷിക്കാൻ കഴിയുന്നത്. ഓക്കെ.
അപ്പം മിക്കവാറും എല്ലാ സമയങ്ങളിലും ഞാൻ കൂടെ കാണും. ആ, ഇതുപോലുള്ള പ്രോഗ്രാം ആദരവിൻ്റെ ഇതൊക്കെ വരുമ്പോഴാണ് ആ. കൃത്യമായിട്ട് അത് പൂർണ്ണമായി അവസാനിക്കുന്നതിന് മുമ്പ് യാത്ര പറഞ്ഞ് അതിൻ്റെയൊക്കെ ചുമലയേൽപ്പിച്ച് ഞാൻ പോരും. പോരും. കാരണം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട്. ആ, അപ്പൊ വീട് ഇപ്പൊ പൊളിച്ചിട്ടേക്കുന്ന മൂത്ത മോൻ്റെയാ പൊളിച്ചിട്ടേക്കുന്ന. വീട് പണിയൊന്നും ആയില്ല. വീട് തുടങ്ങിയതേ ഉള്ളു. ഹന ഇപ്പം ഈ പാട്ട് പാടി മറ്റേ സ്കൂളിലൊക്കെ ഭയങ്കര സ്റ്റാർ ആയിരുന്നു ആ സമയത്ത്. അത് അപ്പോൾ കോവിഡ് ടൈം അല്ലായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പം ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞ ആരും ഒരിടത്തും പോവാതൊക്കെ നിന്നൊരു പീരീഡ് ആയിരുന്നല്ലോ. പിന്നെ ഇവിടെ ഉപകാരപ്പെട്ട ഒരാൾക്കേ ഉള്ളൂ, ഹന ഫാത്തിം. സ്റ്റാർ ആയി, സ്റ്റാർ വാലി ആയി, പിന്നീട് ഒരുപാട് പ്രോഗ്രാമിനൊക്കെ വിളിച്ചു. സ്റ്റാർ അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നുമില്ല. നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ എപ്പോഴും ചില്ലായിരിക്കും, അല്ലാതെ ജാട അങ്ങനൊന്നും ആക്കാൻ പറ്റത്തില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നീട് സിനിമയിൽ വല്ലതും പാടാൻ പോയിരുന്നോ? സിനിമയില് ഇല്ല. ഇങ്ങനെ കൊറേ ആൽബംസ് ഒക്കെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ വന്ന് ദുബൈയില് പോവാനുള്ള ഒരു അവസരം കിട്ടി, അവിടെ പ്രോഗ്രാം ചെയ്തു. അങ്ങനെ കൊറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അതന്നെ, ഒരു പെട്ടെന്നാണ് നമ്മുടെ തലവരെ മാറാൻ ഒരു ചെറിയ സെക്കൻഡ് മതിയില്ല. അത് ഹന പാടിയത് കൊണ്ട് കിട്ടിയത് അദ്ദേഹത്തിന്റെ എത്രയോ നാളത്തെ, അല്ലെങ്കിൽ 30 വർഷത്തിന് മേളിലുള്ള അദ്ദേഹത്തിന്റെ പാട്ടുകളാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചറിയോ? നമ്മൾ അച്ഛൻ തോന്നുന്നുണ്ടോ ഹന പാടിയില്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റും? എനിക്കൊരു തെളിവ് വരെ ഞാനിങ്ങനെ വരുന്നത് അല്ല, ഞാൻ ഈ മേഖലയിൽ നമ്മൾ ആരുമല്ല. അതന്നേരം ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എനിക്ക് പോലും ഒക്കാത്ത ഒരു ഏർപ്പാടാ സമ്മതിക്കാൻ. ഞാൻ പോലും അറിയാതെ വന്നിയാടിയതാ. നിമിത്തമാണ്. അച്ഛൻ പറഞ്ഞ പോലെ അച്ഛന്റെ അമ്മ കൊണ്ടുവന്നല്ല. ലാസ്റ്റ് എത്ര കറങ്ങി തിരിഞ്ഞാലും എന്താ പറയാ, നമ്മള് പറയില്ല, എത്ര കറങ്ങി തിരിഞ്ഞാലും അത് എത്തേണ്ടടുത്ത് തന്നെ എത്തും എന്നുള്ള രീതിയിൽ. എനിക്കും അങ്ങനെ ഞാനായിട്ട് ഇങ്ങനെ തോന്നി, എല്ലാവരും എന്റെ വാപ്പി പറഞ്ഞിട്ടോ ചെയ്തതല്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു പ്രിൻസിപ്പൽ സനജൻ സാറ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതും. ഹാരിസക്ക ഇതെടുത്ത് FB ഇട്ടോണ്ടാണ് ഇത്രയും പേര് കണ്ടത്. അല്ല, അതാണ് മോളെ ഞാൻ പറഞ്ഞത്. മോള് അച്ഛൻ ഈ പാട്ട് എഴുതുമ്പോ മോള് ഉണ്ടായിട്ടും കൂടി ഇല്ല. അതായത് അത്രയും വർഷം പഴക്കമുള്ള ഒരു പാട്ട് അദ്ദേഹത്തിന് അത് കിട്ടണമെങ്കിൽ അത് മോളുടെ വഴിയാണ് എത്തിയിരുന്നത്. അതിനൊരു നിമിത്തമുണ്ട്. നമ്മള് അച്ഛൻ പറയുന്ന പോലെ ആ പാട്ട് അതിൽ എത്തപ്പെടാൻ അതിനു മുന്നേ എത്രയോ തവണ നമ്മൾ ഈ പാട്ടൊക്കെ കേട്ടേക്കുന്നു, ഒരുപാട് ആൾക്കാർ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് എല്ലാം കൂടെ കിട്ടിയിരിക്കുന്നു. ഏതായാലും ഭയങ്കര സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതില്. അച്ഛന്റെ പുതിയ പാട്ടിന് ഉടനെ ഉണ്ടാവില്ലേ? ഏതായാലും ഈ 86-ാം വയസ്സിൽ ഇനി എഴുതും. ഇന്നെന്ത് വല്ല എഴുതിയിട്ടുണ്ടോ രാവിലെ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും അങ്ങ് തോന്നുമ്പം വരുന്നതല്ലല്ലോ. അവസാനം ഞാനിപ്പോ എഴുതി വെച്ചിരിക്കുന്നത്, അവസാനം അത് പൂർത്തിയായിട്ടില്ല. കല്ലടയാറും ചിറയും തോടും ചുംബനം നൽകും മലമുകളിൽ പുഞ്ചിരി തൂവി വസിച്ചിടുന്ന തമ്പുരാട്ടിയെ ഞാൻ കൈകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ചുറ്റുമല എന്നും പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അതൊരു വല്ല മലയുടെ മുകളിലാണ്. അതിന്റെ താഴെ കൂടെ കല്ലടയാർ ഒഴുകുന്നു. അതേപ്പറ്റി എഴുതിയിരിക്കുന്നത്. അച്ഛനെ ഒരുപാട് എന്താ പറയാ, അമ്മയെ തേടിയുള്ള യാത്രകളിലെല്ലാം അമ്പലങ്ങളല്ലേ. ഓക്കെ, എന്തായാലും അച്ഛൻ സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു.